സിനിമയിലെ ലൈംഗിക പീഡന പരാതിയിൽ നടനും എംഎൽഎയുമായ മുകേഷിനും നടൻ ഇടവേള ബാബുവിനും പിരിമുറുക്കത്തിന്റെ നാളുകളായിരുന്നു ഇത്. എന്നാൽ കോടതി ഇരുവർക്കും മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിശദമായ വാദം കേട്ട ശേഷമാണ് വിധി പറഞ്ഞത്. ബലാത്സംഗം ചെയ്തെന്ന ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതി കെട്ടുകഥയെന്നായിരുന്നു മുകേഷിന്റെ വാദം. അതിനിടെ പരാതിക്കാരിയായ നടിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് VS ചന്ദ്രശേഖരനെതിരെ പോലീസ് കേസെടുത്തു. വീട്ടിൽ അതിക്രമിച്ചു കയറി സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നാണ് FIR. ആലുവ സ്വദേശിനിയായ നടിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ മുകേഷ് MLAയ്ക്കും ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം അനുവദിച്ചു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിന്റെയാണ് ഉത്തരവ്. കഴിഞ്ഞ 2 ദിവസമായി ഈ കേസിൽ മുകേഷിനും ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ വിശദമായ വാദം കേട്ടതിനു ശേഷമാണ് കോടതി ഇപ്പോൾ ഇരുവർക്കും മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുകേഷ് MLA സർക്കാരിന് മുകേഷ് MLAയുടെക്കെതിരെയുള്ള പരാതിയിൽ സർക്കാരിന് കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നതുമാണ്. ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്നും കേസിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ മുകേഷ് MLA മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം 5-ാം തീയതി വരെ, അതായത് ഇന്ന് വരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യരുത് എന്നൊരു നീക്കം കൂടി അദ്ദേഹം കോടതിയിൽ നിന്നും ഉണ്ടാവുകയുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം പരിഗണിക്കുകയും മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രതി ഹാജരാക്കിയ തെളിവുകളും വസ്തുതകളും അപഗ്രഥിച്ചു പ്രാഥമികമായിട്ട് ഒരു ബെയിൽ കൊടുക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഈ കേസിലുള്ളത് എന്ന് ഈ കോടതി കണ്ടിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും സന്തോഷമുള്ളൊരു കാര്യമാണ്. ബെയിൽ ആപ്ലിക്കേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള, നമ്മൾ ഹാജരാക്കിയിട്ടുള്ള ഡിജിറ്റൽ എവിഡൻസ് നമ്മൾ വളരെ കോടതിയുടെ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളെല്ലാം അപഗ്രഥിച്ച് അതിനെ ഒരു പരിധിവരെ കോടതി അംഗീകരിച്ചിട്ട് ആണ് ഈ ജാമ്യ ഉത്തരവ് ഉണ്ടായിട്ടുള്ളത്. ജാമ്യ വ്യവസ്ഥ 1 ലക്ഷം രൂപയുടെ 2 ആൾജാമ്യം വേണം. കേരളം വിട്ടു പോകാൻ പാടില്ല. അന്വേഷണവുമായിട്ട് സഹകരിക്കണം. അതുപോലെ നോർമലായിട്ടുള്ള കണ്ടീഷൻസ് അല്ലാതെ വേറെ ഒന്നുമില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവാദങ്ങൾക്കാണ് ഈ ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ കൂടുതൽ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമാണ് സംസ്ഥാന സർക്കാർ ഇരയായത്. എന്തായാലും മുകേഷ് MLAയ്ക്കും ഇടവേള ബാബുവിനും ലൈംഗിക അതിക്രമ കേസിൽ ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുകയാണ്. മാത്രമല്ല, ഇതിനകത്ത് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരന്റെ ജാമ്യം കോടതി പരിഗണിച്ചെങ്കിൽ പോലും 2 ദിവസത്തിനകം, അതായത് 9-ാം തീയതി വീണ്ടും ഈ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശനിയാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കും. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നൽകിയിട്ടില്ല, ഇതുവരെ കോടതി അനുവദിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്.